വിളിച്ചു പുറത്തേക്ക് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണല്ലോ സഭ എന്ന് ബൈബിൾ വിവക്ഷിക്കുന്നത്, അഥവാ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. വേദപുസ്തകം അനുസരിച്ച് ക്രിസ്തീയ വിശ്വാസപ്രകാരം ഒരുവൻ്റെ രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും വിശ്വാസത്തിന് തക്ക ഏറ്റുപറച്ചിലുമാണല്ലോ. അതായത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് എന്നോ, മരണത്തിൽ നിന്നും ജീവനിലേക്ക് എന്നോ, ദുഷ്ടതയിൽ നിന്നും നീതിയിലേക്കെന്നോ, പഴയതിൽ നിന്നും പുതിയതിലേക്കെന്നോ ഒക്കെ ഇതിനെ പറയാം. പഴയ നിയമത്തിൽ നിന്ന് ഇതിന് നിഴലായി അനേക ദൃഷ്ടാന്തങ്ങൾ എടുത്തു കാണിക്കുവാനുണ്ടെങ്കിലും അവയിൽ പ്രധാനപ്പെട്ടവ രണ്ടെണ്ണം ഇവിടെ വ്യക്തമാകട്ടെ. ഒന്നാമത്, അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൽദയരുടെ ദേശം വിട്ടു. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ളതായ വാക്യങ്ങൾ. രണ്ടാമത്, മോശ എന്ന വീണ്ടെടുപ്പുകാരനിൽ കൂടി ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രയീമിൽ നിന്നും വിടുവിക്കുകയും കനാനിലേക്ക് നടത്തുകയും ചെയ്യുന്ന വസ്തുത. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ 45-ാമത്തെ വാക്യം വരെ. ഇവിടെ പറയപ്പെട്ട രണ്ട് പഴയ നിയമ സംഭവങ്ങളെയും വ്യക്തമായി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് കിട്ടിയത് കൃപയും ശക്തിയും നിറഞ്ഞ സ്തെഫാനോസിനാണ്. ദേശത്തെ ചാർച്ചക്കാരെ പിതൃഭവനത്തെ വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, മിസ്രയീമിനെയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെയും വിട്ടിട്ട് ദൈവം പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തിരുന്ന വാഗ്ദത്ത ദേശത്തേക്ക്. ഈ യാത്രക്കിടയിൽ എപ്പോഴൊക്കെ അബ്രഹാമാകട്ടെ ഇസ്രായേൽ ജനമാകട്ടെ മിസ്രയീമിലേക്കോ മിസ്രയീമിൽ വെച്ചുള്ള പരിചയങ്ങളിലേക്കോ ഇറങ്ങിപ്പോയപ്പോഴൊക്കെയും അത് അവർക്ക് കണിയും കുടുക്കുമായി തീർന്നിട്ടുള്ളത് തിരുവചനത്തിൽ പകൽ പോലെ വ്യക്തമാണ്. ഇംഗ്ലീഷിൽ അത് വെൻ ഡൗൺ ടു ഈജിപ്റ്റ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്നിമിത്തം അബ്രഹാമിന് ഒരു മിസ്രയീമ ദാസിയെ കിട്ടി. അതിൻ്റെ പരിണിതഫലം ഇന്നും ആ ജനത അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നത്തേതിൽ അബ്രഹാമിനോട് സാറ പറയുന്നത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, വാഗ്ദത്ത സന്തതിയോടുകൂടെ വാഴരുത്. ഇസ്രായേൽ വിട്ടുപോകുന്ന മിസ്രയീമിനെ ആഗ്രഹിച്ചതും അവിടെ പരിചയിച്ച ചില പ്രവർത്തികൾ അവരിൽ വെളിപ്പെട്ടതും നിമിത്തം ഇറങ്ങിത്തിരിച്ചവരിൽ യോശുവയും കാലേബും ഒഴിച്ചാൽ മറ്റാർക്കും തന്നെ വാഗ്ദത്ത ദേശത്തെ എത്തിച്ചേരുവാൻ കഴിയാതെ പോയി. ഇനി പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ ഈ കാര്യങ്ങളെ ദൃഷ്ടാന്തമായി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൽ വ്യക്തമായി ഉപദേശിക്കുന്നത് കാണുവാൻ നമുക്ക് കഴിയും. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 33 വരെയുള്ളതായ വാക്യങ്ങൾ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോടെ ചേർന്നു. എല്ലാവരും ഒരേ ആത്മീകാഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. തുടർന്ന് പല കാര്യങ്ങൾ അതോടനുബന്ധിച്ച് പറഞ്ഞതിന് ശേഷം കർത്താവിൻ്റെ മരണത്തെ, ശരീരരക്തങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവിൻ്റെ മേശ സംബന്ധിച്ചുള്ള ഉപദേശവും ഇവിടെ വ്യക്തമാക്കപ്പെടുന്നു. കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും ദൈവമക്കൾ ഒരുപോലെ അംശികളാകരുത് എന്ന് എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് ദുർനടപ്പ് വിട്ട് ഓടുവാൻ പറയുന്നിടത്ത് നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നുവെന്നും ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കരുത് എന്നും കൃത്യമായി നിഷ്കർഷിച്ചിരിക്കുന്നു. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു.
ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം കൊണ്ട് വേണം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. പരിശുദ്ധാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരം കൊണ്ട് വേണം നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം 12-1-2 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നത് ഈ ലോകത്തിന് അനുരൂപമാകരുതെന്ന്. രക്ഷയോടുള്ള ബന്ധത്തിൽ ആത്മാവ് ദൈവാനുരൂപമാക്കപ്പെട്ട ഒരു വ്യക്തി തൻ്റെ ദേഹവും ദേഹിയും ദൈവഹിതത്തിനൊത്തവണ്ണം സൂക്ഷിക്കുന്നില്ലെങ്കിൽ 1 തെസ്സലോനിക്ക ലേഖനം 5-23 വാക്യപ്രകാരം യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തൻ്റെ ആത്മാവും പ്രാണനും ദേഹവും അനിന്യമായി വെളിപ്പെടുകയില്ല എന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. ദാസിയുടെ മകനും വാഗ്ദത്ത സന്തതിക്കും ഒരുമിച്ച് വാഴുവാൻ കഴിയുകയില്ലല്ലോ.